ആലപ്പുഴ മുഹമ്മയിൽ ഗൗരീശങ്കര ക്ഷേത്രത്തിലെ ശ്രീകോവിലിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന തിരുവാഭരണം മോഷണം പോയി. ദേവിക്ക് ചാർത്തുന്ന മാലയുൾപ്പെടെ 4 പവൻ തൂക്കം വരുന്ന സ്വർണമാണ് മോഷ്ടിക്കപ്പെട്ടത്. കീഴ്ശാന്തിയായി എത്തിയ 62കാരനെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. നിർണായകമായി CCTV ദൃശ്യങ്ങളുമുണ്ട്. ബുധനാഴ്ച വൈകിട്ട് 7:15 നടയടച്ചപ്പോൾ ആഭരണങ്ങൾ പെട്ടിയിലാക്കി ശ്രീകോവിലിനുള്ളിൽ വെച്ച് പൂട്ടി മേൽശാന്തി R രഞ്ജിത്ത് വീട്ടിലേക്ക് പോയി. ഇതിനുശേഷമാണ് മോഷണം നടന്നിരിക്കുന്നത്. വ്യാഴാഴ്ച രാവിലെ 5 മണിക്ക് നട തുറന്ന് പൂജയ്ക്ക് ശേഷം തിരുവാഭരണമെടുക്കാൻ ശ്രീകോവിൽ തുറന്നപ്പോഴാണ് മോഷണം നടന്നതായി മേൽശാന്തിയുടെ ശ്രദ്ധയിൽപ്പെട്ടത്. 3 മാസത്തിനു മുൻപ് ക്ഷേത്രത്തിൽ കീഴ്ശാന്തിയായി എത്തിയ കോഴിക്കോട് കടലുണ്ടി അടിശ്ശേരി സ്വദേശി ശശിധരനെയും കാണാതായി. ഭാര്യയും മക്കളും ഉപേക്ഷിച്ചതാണെന്ന് ധരിപ്പിച്ചാണ് ഈ 62കാരൻ സെപ്റ്റംബർ 25-ന് കീഴ്ശാന്തിയായി ക്ഷേത്രത്തിൽ പ്രവേശിച്ചത്. തിടപ്പള്ളിയോട് ചേർന്ന ഒരു മുറിയിലാണ് ഇയാൾ കിടന്നിരുന്നത്. ശ്രീകോവിലിന്റെയും ചുറ്റമ്പലത്തിന്റെയും താക്കോൽ തിടപ്പള്ളിയിലാണ് സൂക്ഷിച്ചിരുന്നത്. ബുധനാഴ്ച രാത്രി മേൽശാന്തി പോയതിനു ശേഷം ശശിധരൻ ശ്രീകോവിൽ തുറക്കുന്നത് ക്ഷേത്രത്തിലെ CCTV ദൃശ്യങ്ങളിലുണ്ട്. ശശിധരന്റെ ആധാർ കാർഡിൽ തമിഴ്നാട്ടിലെ അഡ്രസ്സാണ് കൊടുത്തിരിക്കുന്നത്. മൊബൈൽ ഫോൺ നിലവിൽ സ്വിച്ച് ഓഫ് ആണ്. മുഹമ്മ പോലീസിൽ പരാതി നൽകിയതനുസരിച്ച് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.